ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പാർക്കിൽ പോയി ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ ചൂട് കാലം തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടെ തണുപ്പുണ്ടാവും. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് പാർക്കിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് കരുതി. ഞങ്ങൾ ഈ പാർക്കിൽ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന പാർക്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. അതിന് മുമ്പ് പോയിട്ടുണ്ട്, പക്ഷേ ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഞാൻ കുട്ടിയായിരുന്നപ്പോഴാണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ ലാസ്റ്റ് ഇവിടെ ഫുഡ് കഴിക്കാൻ പോയത്. അപ്പോൾ പാർക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പാർക്ക് കാണാം. ഇതാണ് ഇവിടുത്തെ റുസേൽ പാർക്ക്. അത്യാവശ്യം വലിയൊരു പാർക്ക് തന്നെയാണിത്. അതിമനോഹരമാണ് ഇതിനകത്ത് കാണാനും ഒക്കെ ആയിട്ട്. റുസേൽ പാർക്കിൽ എത്തിപ്പോയി ഗൈസ്. മഞ്ഞളും മുളകും എല്ലാം ഉണ്ട് അതിനകത്ത്. ഇല്ല, മേജർ ശ്രീകുമാർ എന്ന് പറയുമ്പോൾ ഒരു പാട്ടുണ്ടല്ലോ, അമ്മ ചോദിച്ചു ഈ ദിശ. അമ്മ എന്തുവായിരുന്നു? അല്ലമ്മ, അമ്മ എന്തോ ചോദിച്ചില്ലേ സൂര്യന്റെ ദിശയെ പറ്റി എന്തോ ചോദിച്ചു. അമ്മ എന്തോ ഈ പടിഞ്ഞാറാണോ വെയിലിന്റെ എന്തോ പറ്റി ചോദിച്ചു. ഞാൻ പറഞ്ഞു സൂര്യൻ കിഴക്കൊതിക്കും, പടിഞ്ഞാറ് അസ്തമിക്കും. ഇനോ എന്റെ ഫ്രണ്ട് ദേവഗായത്രി ഞാൻ ക്ലാസ് ഇരിക്കുമ്പോഴേ ബോറടിക്കുകയാണെങ്കിൽ റീസസ് ടൈമിൽ വന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയടേ, എന്തെങ്കിലും ഒന്ന് പറയാം. ഞാൻ പറയും സൂര്യൻ കിഴക്കൊതിക്കും, പടിഞ്ഞാറ് അസ്തമിക്കും, പടിഞ്ഞാറ് അസ്തമിക്കും, കിഴക്കൊതിക്കും. പറഞ്ഞില്ലേ? വാവ് ഗൈസ്, ലുക്കിംഗ് സോ കൂൾ. ഈ പാർക്ക് ഇതുവരെ ഒറ്റ റൗണ്ടിൽ കണ്ടു തീർത്തിട്ടില്ലാത്ത ആദ്യത്തെ വ്യക്തിയായിരിക്കും. I have been in Oman for almost 15 years and still ഈ പാർക്ക് കംപ്ലീറ്റ്ലി ഒറ്റ റൗണ്ടിൽ കണ്ടു കഴിഞ്ഞിട്ടില്ല. ഓ ഹലോ ഡാഡി കൂൾ ആൻഡ് മമ്മി കൂൾ. പടിഞ്ഞാറ് ഗൈസ്, അമ്മ ഈ പടിഞ്ഞാറ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ ഏത് സൈഡാ? അച്ഛാ വെസ്റ്റോ? അപ്പൊ കിഴക്ക് ഈസ്റ്റ് ആണോ? എനിക്ക് മലയാളത്തിലുള്ള അറിയത്തില്ല, ഇംഗ്ലീഷിലുള്ള എല്ലാം അറിയാം. സീരിയസ്ലി ആയിടോണോ മലയാളത്തിലുള്ള സാധനങ്ങൾ ദിക്കുകളിൽ ഇവൻ മലയാളം മാസങ്ങൾ അറിഞ്ഞൂടാ. പിന്നെ അങ്ങ് ദൂരെ കളിക്കുന്ന ഏരിയയിൽ പിള്ളേരുണ്ട് കേട്ടോ, നിറച്ച ആൾക്കാരുണ്ട്. ഈ പാർക്ക് കാണാൻ നല്ല രസമാണ്. സീൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഈ കാണുന്ന ഏരിയയിലുണ്ടല്ലോ പണ്ട് ആമ്പോ ഈ കാണുന്ന ഏരിയ എന്ന് പറയുമ്പോൾ പണ്ട് ഇപ്പോഴെങ്കിലും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ലൈക്ക് കൊറോണയ്ക്കൊക്കെ മുമ്പ്, ഓൾമോസ്റ്റ് 2014-15 ആ ഒരു ടൈം പീരീഡിൽ. അല്ല, നിങ്ങൾക്കൊരു കാര്യം അറിയോ? പണ്ട് ദീപക്കങ്ങളുമായിട്ട് വന്നിരുന്നപ്പോൾ നമ്മൾ ഇവിടെ വന്നിരുന്നിട്ടുള്ളേ. ഇവിടെ വെള്ളമൊക്കെ വരുമായിരുന്നു. സ്കേറ്റിംഗ് ചെയ്യുന്ന ഏരിയ ആയിരുന്നു പണ്ടത്തെ കാലത്തിൽ. ഞങ്ങളെ സഹിക്കുന്ന ഞങ്ങൾ അച്ഛനെ സമ്മതിക്കണം. ഇങ്ങോട്ടുണ്ടിട്ട് വെയില്. നീ കഴിച്ചിട്ട് പോടാ. സോ ഗൈസ്, നമുക്ക് ഇരിക്കാം. കാറ്റ് കാരണം എന്റെ മുടി ഉലയുന്നു. വെയിറ്റ്. സന്തോഷം കൊണ്ട് ചിച്ചാ വയ്യ. മാറ്റിങ്ങ് കളയും. ഓ ഇളക്കം തുടങ്ങി. സോറി മാറ്റി. മാറ്റം പറഞ്ഞില്ലേ? ഇത് ചോറല്ലേ? ഓ മൈ ഗോഷ്, ഞാൻ നിന്നെ പിടിച്ചില്ലടാ. ഞാൻ ചോറേ പിടിച്ചോളൂ.
മുട്ടയുണ്ട്, മീനുണ്ട്. എക്സ്ക്യൂസ് മീ, പാർഷ്യാലിറ്റി. ഐ ഗോട്ട് മത്തി, ഹീ ഗോട്ട് വലിയ മീൻ. വാട്ട് ഇസ് ദാറ്റ്? ഏത് ബാൻഡോ? വീട്ടിലെത്തോ? അയ്യോ, എന്റെ കൊച്ചെടുത്തോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. എന്നാലും ചമ്മന്തി കിടക്കും. ഡിക്കുള്ള സിനിമ പറഞ്ഞ പോലെ. ആഹാ, അന്തസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. എന്നിട്ട് തലയൊക്കെ ഒന്ന് ചുവ കെട്ടാതായിരുന്നു. നല്ല കാറ്റുള്ളത് കൊണ്ട് മുടി ഫുള്ള് കുളമായി പോയായിരുന്നു. അപ്പോൾ അതൊന്നുകൂടെ ഞാൻ ക്ലോപ്പൊക്കെ വെച്ച് കെട്ടി. അങ്ങനെ നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിരിച്ചോണ്ട് വിളിച്ചോളത്തണം, ചുണ്ട് കോഷ്ടി കാണിക്കാതിരിക്കേ. ചിരിച്ചോണ്ടിറങ്ങാതെ ഉറങ്ങുവാന്നോ? കൈയൊക്കെ വായിച്ചോണ്ട് ഉണരാത്ത പവിയെ, അല്ല ഉറങ്ങാത്ത പവിയെ. എനിക്ക് അരിപ്പൊടി, ജീരകം, മഞ്ഞൾ അച്ഛനെ ഒരു സൈബർ സെല്ലില് ഞങ്ങൾക്ക് ഇതിനെ കൊടുക്കാൻ പറ്റില്ല. എന്താ പിന്നെ ചെയ്തേ? See guys, Henry. Back up. ഇപ്പൊ ഗൈസ് സമയം 5 മണിയായിട്ട് നമുക്ക് വീട്ടിൽ പോവാം. നാളെ കൂടെ എന്താ വല്ല റോക്കറ്റ് ഷോ ഉണ്ട്. ഓ മൈ ഗോഡ്. ഓ ഹലോ വ്ളോഗർ 1, വ്ളോഗർ 2. ഇത് പഠിക്കാൻ ഭയങ്കര പാടാ. എനിക്കറിയാം, ഞാൻ പാടൂല. എനിക്ക് കിട്ടത്തില്ല ഇത് കിട്ടത്തില്ല. അതറിയില്ല. ബാക്കി കിട്ടൂല. അതില് മണിച്ചിത്രത്താഴിന്റെ ഹിന്ദി വേർഷനിലെ പാട്ടാ. ആ അതറിഞ്ഞൂടാ. അല്ലാതെ ഏത് പാട്ട്? ഇല്ല, നടത്തിക്കുന്ന പാട്ടാ. അതുമായിട്ട് ബന്ധമുണ്ടോ? എന്താ വെച്ചാ? അതൊന്ന് വരും, രാഗം വേറെയാണ്. ചന്ദ്രലേഖയിലെ പാട്ടല്ലേ?
പാട്ടിൽ അത് കട്ട് ചെയ്യണം. എന്താ എന്തോ അറിയില്ല. ചന്ദ്രലേഖയിലെ പാട്ട് ഞാൻ നമ്മുടെ വണ്ടിക്കകത്തുണ്ടായിരുന്നു. പക്ഷെ അത് സകപ്പ അതൊക്കെ കട്ട് ചെയ്താൽ മതി. എന്തിനായിരിക്കും എന്തിനു നീ കരയുന്നത്? യോ ഗൈസ്, എന്താ തിന്നുന്നേ? ഗുണ്ടോ? എന്റെ മറ്റുള്ള ബൈബോസി പറയുന്ന ഡയലോഗ് എനിക്ക് ഓർമ്മ വരുന്നു. എന്റെ അച്ഛനൊരു സാധനം ഇഷ്ടമുണ്ട്, സുഖിയെ. എനിക്ക് ഇഷ്ടമല്ല. എവിടെ? എന്തുവാ നീ ഓർക്കുന്നോ ഈ സ്ഥലം ഏതാന്ന്? നോക്കടി, ഇത് എവിടാ? നോക്കടി, എവിടാ? എവിടാന്ന് ഓർമ്മയുണ്ടോ? എന്തൊക്കെയോ ഓർമ്മയുണ്ട്, പക്ഷെ അങ്ങോട്ട് കിട്ടണില്ല. അതാണ് നീ ആ സ്ലോപ്പ് ഒന്ന് നോക്കി, അത് ഓർത്ത് നോക്കിയാ കിട്ടും. നോക്കി, എന്തൊരു വ്യത്യാസം. ഒത്തിരി നാളായി നമ്മളിവിടെ വന്നിട്ടല്ലേ. പിടികിട്ടി. പണ്ട് ഞാൻ സൈക്കിൾ ഓടിക്കുന്ന സ്ഥലമല്ലേ. പക്ഷെ ആ ഇറക്കത്തിന്റെ അതിന് അളവൊന്ന് കുറച്ചിട്ടുണ്ടല്ലേ ഏട്ടാ? നിങ്ങൾ മറ്റേതന്നെ സ്റ്റെപ്പാക്കിയോ? ഇവിടെ ഇങ്ങനെയൊക്കെ ആക്കിയെങ്കിൽ ഇത്രയും വ്യത്യാസം വരില്ലേ? അല്ല, പണ്ട് നമ്മള് രാത്രി നടക്കാൻ വരുമ്പോ ഒന്നും ഇല്ലാതിരുന്നല്ലേ. അല്ല, പണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഈ സ്ലോപ്പ് ഇറങ്ങാൻ നിങ്ങൾക്ക് സമ്മതിക്കത്തില്ലായിരുന്നു. നമ്മളിവിടെ വരെ വന്നിട്ട് ഇറക്കാൻ എന്നെ സമ്മതിക്കത്തില്ലായിരുന്നു ഇറങ്ങി, സൈക്കിൾ ഉള്ളതുകൊണ്ട് വീഴുന്ന് പറഞ്ഞിട്ട്. ഇത്ര മാറ്റം ഉണ്ടായോ ഇവിടെ? നമ്മളിവിടെ വന്ന ഏത് വർഷ? എന്തായാലും 2013 ഞാൻ സ്കൂളിൽ ചേരുന്നതിന് മുമ്പ് ഞാൻ ഈ ഏരിയയിൽ വന്നത് താമസിക്കാൻ. ഇപ്പഴാണ് ആൾക്ക് ബൾബ് കത്തിയത്. ട്യൂബ്ലൈറ്റ് ബ്ലോഗിനകത്ത് വേറൊരു ബ്ലോഗ് മാറ്റണ. ഓർമ്മകൾ ബ്ലാ 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 ബ്ലാ, ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു എന്റെ പഴയ വീട്. ഒരു പെണ്ണിന്റെ ധൈര്യം എന്താണെന്ന് അറിയാമോ? അവളുടെ കൂടെ ഒരാണുള്ളതാ. അതേടാ, ഞാൻ മഞ്ജുവിന്റെ പെണ്ണാ. അമ്മ അമ്മ അമ്മ, ആ ബ്യൂട്ടി പാർലർ ജ്ഞാപകമുണ്ട്? ഓർമ്മയുണ്ടോ? ബ്യൂട്ടി പാർലറിൽ പോയി ഒന്ന് ബ്യൂട്ടീഷ്യൻ അടിച്ചിട്ട്. ബ്യൂട്ടീഷ്യൻ ഞാൻ ചെയ്യാറില്ല, കാരണം എന്റെ ആവശ്യമില്ല. ജനിക്കും മുതലേ കാണാൻ നല്ല സൗന്ദര്യം എടുക്കുന്നുണ്ട്. ഈ ഏരിയ എനിക്ക് ബാക്ക് സൈഡ് ആട്ടോ ബിൽഡിങ്ങിന്റെ. ബ്യൂട്ടീഷ്യന് പോണം. ഹലോ ഗൈസ്. ഓ ഗൈസ്, ദേഹമില്ലാത്ത ശബ്ദം അശരീരി വ്യത്യാസം. ഗൈസ്, ചിന്ന ഓഫീസ് ടൂർ ആകാം. സോ ദിസ് ഈസ് മൈ ഡാഡ്സ് ഇരിക്കുന്ന സ്ഥലം. നോട്ട് മൈ ഡാഡ്സ്, ഡാഡ് ഇരിക്കുന്ന സ്ഥലം. അർത്ഥം മാറി. മേജർ ശ്രീ, ഇതാരാന്നറിയോ? മേജർ ശ്രീകുമാർ. ഇവിടുത്തെ ആന്റി വെച്ചതാണ് കേട്ടോ ഇത്. ഇപ്പൊ ഞാന് പരിപ്പോട കഴിക്കാണ്. ഇതൊന്നും ഇങ്ങനെ ഈ ഏരിയയിലാണ് കേട്ടോ ഞാൻ 11 വർഷം താമസിച്ചത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 11 അല്ല, വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ സ്കൂളിൽ ചേരുന്നതിന് മുമ്പേ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് താമസിച്ച എനിക്ക് 3.5 വയസ്സുള്ളപ്പോൾ ഞാൻ സ്കൂളിൽ ചേർന്നു. സോ ഐ തിങ്ക് ഒരു 2 വയസ്സിലൊങ്ങാണോ ആയിരിക്കണം ഞാൻ ഇവിടെ വന്ന് താമസിച്ചു തുടങ്ങിയത്. ഞാൻ സ്കൂളിൽ കയറിയത് 2014. ഞാൻ ചായ കുടിക്കാൻ പോകണം. എൻ്റെ വ്ലോഗ് എടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഫോൺ ചാർജ് ചെയ്ത് വെച്ചിട്ട്.
നമുക്കൊരു കാര്യം അറിയോ, ഞാൻ ഈ ഓഫീസിലെ കൊച്ചുനാളോട്ടെ വരുന്നതല്ലേ, ഇതുവരെ വന്നിട്ട് ഒറ്റ പ്രാവശ്യം പോലും വെറും കൈയോട് തിരിച്ചു പോയിട്ടില്ല. ഇന്നും ഞാനത് തെളിച്ചിരിക്കുന്നത്. ഹെൻസ് പ്രൂവ്ഡ്. തുറക്ക്, എൻ്റെ കയ്യിൽ എല്ലാവരും ഡയറി ഒക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഒരു പണിയില്ലെങ്കിൽ ആക്രി സാധനങ്ങൾ ഞാൻ ഓഫീസിൽ നിന്ന് വന്ന് കിടക്കാറുണ്ട്. ഇവിടെ നമുക്ക് കുറേ ആക്രികൾ കിട്ടും. നല്ല തണുത്ത് കാറ്റുണ്ടല്ലേ. ഐ ലവ് ദാറ്റ് ഡയലോഗ്. ഇവിടെ പണ്ട് വേറെ ഏതോ ഒരു കടയായിരുന്നു. ഈ പിസ്സ ഹട്ട് ഒന്നും ഇങ്ങനെ തന്നെ ഉണ്ട്. ക്രിസ്മസിൻ്റെ സമയത്തും നമ്മളിവിടുന്ന് പിസ്സയൊക്കെ മേടിക്കും. ന്യൂ ഇയർ, ക്രിസ്മസിനല്ല ന്യൂ ഇയറിനാണ്. അപ്പം എല്ലാം കൂടെ ഒരുമിച്ചാവുമല്ലോ. എന്നിട്ട് നമ്മൾ മീറ്റിംഗ് റൂമിലിരുന്ന് കഴിക്കുമായിരുന്നു. ഞാൻ, അമ്മ, അച്ഛൻ, പിന്നെ ഞങ്ങളുടെ ഓഫീസിലുണ്ടായിരുന്ന സ്റ്റാഫൊക്കെ ആയിട്ട്. വണ്ടി കയറാം. അപ്പോൾ ഗൈസ്, വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റുമെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക.